Hello, good morning children. Are you happy? Very good. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം അവർ ഇംഗ്ലീഷ് ക്ലാസ്. എന്തൊക്കെയാണ് പഠിച്ചേ ഓർക്കുണ്ടോ? ഏതൊക്കെ ആൽഫബറ്റ് പഠിച്ചു നമ്മൾ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, എ, ബി, സി, ഡി, ഇ. യെസ്, ഈ വരെയുള്ള ആൽഫബറ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. എഴുതാൻ പഠിച്ചു, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കളർ ചെയ്തു. റെഡിയാണല്ലേ എല്ലാവരും? ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ആൽഫബറ്റ് എഫ്. എന്തൊക്കെ പഠിക്കാം? എഫ് എന്ന ആൽഫബറ്റിലെ സം വേർഡ്സ് ബിഗിൻ വിത്ത് എഫ് ആൻഡ് ഹൗ ടു റൈറ്റ് ആൽഫബറ്റ് എഫ്. കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം ടീച്ചർ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന. അതേപോലെ എങ്ങനെയാണ് എഫ് എന്ന ആൽഫബറ്റ് എഴുതുക എന്നും പറഞ്ഞു തരാം. റെഡിയല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 27. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ എല്ലാവരും? K27 എന്താണ് മക്കളെ കാണുന്നത്? എഫ് എന്ന ആൽഫബറ്റ് കാണുന്നുണ്ട് അല്ലേ? വളരെ സിമ്പിളാണ് എഫ് എഴുതാനായിട്ട് അല്ലേ? എങ്ങനെയാണ് കാണുന്നത്? ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ, ജോയിൻ ടു സ്ലീപ്പിംഗ് ലൈൻസ്. അപ്പം എന്തായി? എഫ് ആയി അല്ലേ? അപ്പം ഇ എന്ന ആൽഫബറ്റ് എഴുതി പഠിച്ചവർക്ക് എഫ് എന്ന ആൽഫബറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ടീച്ചറുടെ മക്കളെല്ലാവരും എഫ് എന്ന ആൽഫബറ്റ് എഴുതാൻ ടീച്ചർ പഠിപ്പിക്കും. അതിനുശേഷം എഴുതിയാൽ മതി. ഏതാണ് ഈ ആൽഫബറ്റ്? ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. പറയൂ. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. ടീച്ചറുടെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ വളരെ ഭംഗിയായി എഫ് എന്ന ആൽഫബറ്റിന് കളർ ചെയ്യുക. എഫ് എഴുതാൻ പഠിക്കുന്നതിന് തന്നെ കളർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാക്കി ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ, ടീച്ചർ ഇപ്പം തന്നെ എഴുതാൻ പറഞ്ഞു തരും കേട്ടോ. എഫ് ഫോർ എന്താണ് ഇതിനകത്ത് കാണുന്നത്? ഫോക്സ്. എന്തിനാണ് കാണുന്നത്? ഫോക്സ്. എന്താണ് ഫോക്സ് എന്ന് പറഞ്ഞാൽ? കുറുക്കനെയാണ് അല്ലേ ഫോക്സ്. കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇപ്പം നമ്മൾ നായകനെയൊക്കെ കാണുന്ന പോലെ തന്നെ, ഡോഗിനെയൊക്കെ കാണുന്ന പോലെ തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് അല്ലേ? എന്തിനെ? ഫോക്സിനെ. ഫോക്സ് ഇങ്ങനെ കൂകുന്ന വെച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം എന്താണ് ഫോക്സ് എന്ന് പറഞ്ഞാൽ? കുറുക്കനെയാണ് എന്ത് പറയുന്നത്? ഫോക്സ്. കുറേ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മുന്തിരിക്ക് ചാടിയ കുറുക്കൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്, നല്ല മക്കളാ. അപ്പം എന്തിനെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞത്? എഫ് എന്ന ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? ഫോക്സ്. എഫ് ഫോർ ഫോക്സ്. എഫ് ഫോർ ഫോക്സ്. അപ്പോൾ ഫോക്സ് അല്ലാതെ ഒത്തിരി വേർഡ്സ് നമുക്ക് എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കൂ, വെറുതെ ഒന്ന് പറയാലോ. ടീച്ചർ വേർഡ്സ് കൂടുതൽ പറഞ്ഞുതരും, എന്നാലും മക്കളൊന്ന് പറഞ്ഞു നോക്കൂ. യെസ്, എഫ് ഫോർ ഫ്രോഗ് ഉണ്ട്. എന്താണ് പറയാനുള്ളത്? എഫ് ഫോർ ഫ്രോഗ്. പിന്നെ നമ്മുടെ വീട്ടിൽ ദിവസവും നിങ്ങൾക്ക് നിത്യം വേണ്ടൊരു സാധനം എന്താണ്? ഫാൻ അല്ലേ? ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ ഫാൻ ഇല്ലാതെ? ഇല്ല അല്ലേ? അപ്പോൾ അത് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഫ് ഫോർ ഫാൻ. പിന്നെയോ ഫിഷ്. എഫ് ഫോർ ഫിഷ്. അതും എന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എഫ് ആണ്. അപ്പോൾ ടീച്ചർ മക്കൾക്ക് കൂടുതൽ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ വേർഡ്സ് പറഞ്ഞു തരും. നമ്മളിപ്പോൾ പഠിച്ചത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. യു വാണ്ട് ടു കളർ ദീസ് ആൽഫബറ്റ്സ്. മക്കൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. നല്ല ഭംഗിയാക്കി, പുറത്തു പോവാതെ എഫിനെ വളരെ സുന്ദരനാക്കി എടുക്കണം. റെഡിയല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഈ പേജിൽ പഠിച്ച എന്തൊക്കെയായിരുന്നു? എഫ് ഫോർ ഫോക്സ് എന്നൊരു വാക്കായിരുന്നു. ടേക്ക് നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 28. ഇതാ ഇവിടെ കാണുന്നുണ്ട് കുറേ വേർഡ്സ്. ഒന്ന് നോക്കിയാലോ? ഏതൊക്കെയാണ് ഇവിടെ കാണുന്ന വേർഡ്സ് നോക്കൂ. എഫ് ഫോർ ഫിഷ് അല്ലേ?
കാറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഫിഷാണ്. കാറ്റ് വളരെ ഇഷ്ടമല്ലേ? എല്ലാവരും കാണാറില്ലേ? പൂച്ച ഇങ്ങനെ മീനിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഓർക്കാൻ പെട്ടെന്ന് കഴിയും. F for fish. അടുത്ത വേർഡ് നോക്കൂ. F for frog. ഫ്രോഗ്. ഫ്രോഗ് പറഞ്ഞാൽ എന്തായിരുന്നു? തവള. കണ്ടിട്ടുണ്ടോ എല്ലാവരും ഫ്രോഗിനെ? കണ്ടിട്ടുണ്ടല്ലേ? വയലിലും കുളത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ശബ്ദം കേൾക്കാം അല്ലേ? രാത്രി ആയി കഴിയുമ്പോൾ കേൾക്കാറുണ്ടോ ശബ്ദം? F for frog. എന്താണ്? F for frog. പറയൂ. F for frog. Then next F for flower. എന്തായിരുന്നു? F for flower. എന്ത് ഫ്ലവർ? ഫ്ലവർ പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പൂവിനല്ല, എല്ലാ പൂവിനും എന്താ പറയുക? ഫ്ലവർ എന്നാണ് പറയുക അല്ലേ? നമ്മളിപ്പോൾ കാണുന്നുണ്ട്, റോസ് കാണുന്നുണ്ട്, ചെമ്പരത്തി കാണുന്നുണ്ട്, ജമന്തി കാണുന്നുണ്ട്, മല്ലിക കാണുന്നുണ്ട്, അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, പൂക്കളുണ്ട് അല്ലേ? അതിനൊക്കെ എന്ത് പറയുന്ന പേരാണ്? ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവാണ്. ഫ്ലവർ പറഞ്ഞാൽ എന്താണ്? പൂവ്. അതിനാണ് എന്ത് പറയുക? ഫ്ലവർ. F for flower. പറയൂ. F for flower. അപ്പോൾ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച വേർഡ്സ് ഏതൊക്കെയായിരുന്നു? F for fox, F for fish, F for frog, F for flower. ഏതൊക്കെയായിരുന്നു? F for fox, F for fish, F for frog, F for flower. F for flower. ടീച്ചർ പറഞ്ഞു ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവാണ്. ഫ്രോഗ് തവള. ഫിഷ് മീനാണ് അല്ലേ? നമ്മളെ വീടുകളിലൊക്കെ ഇപ്പോൾ കുഞ്ഞക്കേറിയത്തിലൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? മീനിനെ വളർത്തുന്നുണ്ട് എല്ലാവരും അല്ലേ? അപ്പം എല്ലാവർക്കും അറിയാം ഈ വേർഡ്സൊക്കെ. ടീച്ചർ എക്സ്ട്രാ ഒരു വേർഡും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. F for fan. F for fan. അതും ഓർത്ത് വെക്കാം കേട്ടോ. F for fan. അപ്പം നമ്മൾ കുറച്ച് വേർഡ്സ് മനസ്സിൽ ഓർത്ത് വെക്കുക. F for fox, F for fish, F for frog, F for flower, F for fan. റെഡി അല്ലേ ഓർക്കാനായിട്ട്? ഓക്കെ. അപ്പോൾ ഇത്രയും വേർഡ്സ് മനസ്സിൽ നല്ലപോലെ ഉറപ്പിച്ച് വെക്കുക. ഒപ്പം ടീച്ചറെ മക്കൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് F എന്ന ആൽഫബറ്റ് എഴുതുന്നത്. ഹൗ ടു റൈറ്റ് ആൽഫബറ്റ് F. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൂടെ എഴുതാൻ കൊടുത്തിട്ടുണ്ട് 4 ലൈനകത്ത്. ടീച്ചർ 4 ലൈനിൽ എഴുതുന്നതിന് മുന്നേ മക്കൾക്ക് എങ്ങനെയാണ് F എന്ന ആൽഫബറ്റ് എഴുതാമെന്ന് പറഞ്ഞു തരാം. ഒപ്പം 4 ലൈനിലും എഴുതി കാണിച്ചു തരാം. F. യെസ്, കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ ടു സ്ലീപ്പിംഗ് ലൈൻസ്. നമ്മൾ E എന്ന ആൽഫബറ്റ് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെയും കൂടെ ഒരു ലൈൻസ് വന്നാൽ എന്തായി? E ആയി. F എഴുതാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്നില്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് നോക്കൂ. F. ഏത് ആൽഫബറ്റാണ്? F. ഓക്കെ. ആൽഫബറ്റ് F. ക്യാപിറ്റൽ ലെറ്റർ F. ഏതാണിത്? ക്യാപിറ്റൽ ലെറ്റർ F. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ക്യാപിറ്റൽ ലെറ്റർ F. വളരെ എളുപ്പമല്ലേ ക്യാപിറ്റൽ ലെറ്റർ F എഴുതാനായിട്ട്? ടീച്ചർ മക്കൾ നോക്കൂ. ഇനി എങ്ങനെയാണ് സ്മോൾ ലെറ്റർ F എന്ന് നോക്കൂ. സ്മോൾ ലെറ്റർ F. ചെറുതായ ഒരു കർവാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പം ഇതാ സ്മോൾ ലെറ്റർ F. ഓക്കെ. അപ്പം ക്യാപിറ്റൽ ലെറ്റർ F ആൻഡ് സ്മോൾ ലെറ്റർ F. എങ്ങനെയാണ് സ്മോൾ ലെറ്റർ F എഴുതിയത് ടീച്ചർ? യെസ്, കണ്ടോ? ജസ്റ്റ് ഒരു ചെറിയ കർവ് പോലെ വരച്ചിട്ടാണ് സ്മോൾ ലെറ്റർ F എഴുതിയത്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു സ്ലിപ്പിംഗ് ലൈനും. സ്മോൾ ലെറ്റർ F, ക്യാപിറ്റൽ ലെറ്റർ F ആൻഡ് സ്മോൾ ലെറ്റർ F. പറയൂ. ക്യാപിറ്റൽ ലെറ്റർ F ആൻഡ് സ്മോൾ
ലെറ്റർ എഫ്. മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാണ് എഫ് എന്ന ആൽഫബറ്റ് എഴുതുന്നതെന്ന്? ടീച്ചർ ഇതെങ്ങനെയാണ് 4 ലൈനിൽ എഴുതുന്നതെന്ന് പറഞ്ഞു തരട്ടെ മക്കൾക്ക്. നമുക്കൊരു 4 ലൈൻ വരച്ചാലോ? ടീച്ചർ 4 ലൈൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതുന്നത് നോക്കൂ. വി യൂസ് ഫസ്റ്റ് 3 ലൈൻസ്. കണ്ടോ? ആദ്യത്തെ 3 ലൈൻസിനുള്ളിലാണ് എന്തെഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫും എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ എഫ് സെയിം 3 ലൈൻസിനുള്ളിലാണ്. പക്ഷേ സ്മോൾ ലെറ്ററിന് ചെറിയൊരു കർവ് വരച്ചിട്ട് മാത്രം ചെയ്യുന്നു. അതിനെ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. വീണ്ടും നോക്കൂ. എഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. അടുത്തത് സ്മോൾ ലെറ്റർ എഫ്. എങ്ങനെയാണ് 4 ലൈനിൽ എഴുതുന്നത്? ഫസ്റ്റ് 3 ലൈൻസ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കൂ മക്കള്. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ എഫും എങ്ങനെയാണ് 4 ലൈനിൽ എഴുതുന്നതെന്ന് മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഏത് ആൽഫബറ്റ് ആയിരുന്നു? യെസ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഉപയോഗിച്ചൊരു ചിത്രം വരച്ച് നോക്കിയാലോ? വളരെ സിമ്പിളായൊരു ചിത്രം. ടീച്ചർ ഒന്ന് കാണിക്കട്ടെ? നോക്കൂ എല്ലാവരും. എന്തായി? ക്യാപിറ്റൽ ലെറ്റർ എഫ് ആയി അല്ലേ? എന്ത് വന്നു? ഒരു ഫ്ലാഗിനെ കാണുന്നില്ലേ അതിനകത്ത്? അപ്പം നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലാഗിനെയും വരയ്ക്കാം അല്ലേ? അങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ വരച്ചത്. ടീച്ചർ മക്കൾ എഫ് എന്ന ആൽഫബറ്റ് എഴുതാൻ പഠിച്ചു, 4 ലൈനിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, ഒപ്പം എഫ് ഉപയോഗിച്ചൊരു പിക്ചർ വരയ്ക്കാനും പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ. അപ്പം നമ്മളിന്ന് പഠിച്ച വേർഡ്സ് എല്ലാവരും ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏതൊക്കെയായിരുന്നു വേർഡ്സ്? F for fox, F for fish, F for frog, F for flower. റെഡി അല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? ഓക്കെ, ഇത് എഴുതി പഠിക്കാം, ആ വേർഡ്സ് പഠിക്കാം. കളർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു ആൽഫബറ്റുമായിട്ട് ടീച്ചർ വീണ്ടും എത്തും. അപ്പോഴേക്കും ഇത് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.